എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ് അതിൽ യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ബ്രീസത്തെ ആക്ടിവിറ്റി 11-ഉമായിട്ടാണ്. ക്യാൻ ആൻഡ് കനോട്ട് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഫിൽ ഔട്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. Read the sentences given below, note the words underlined. So, there are given some sentences. So, we should read it first and we should note the underlined words. അവിടെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, നമ്മളൊന്ന് നോക്കുക. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡുകൾ ഒന്ന് ശ്രദ്ധിക്കുക. വി കാൺ ഹെൽപ്പ് യു ബട്ട് വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. നമുക്ക് നിങ്ങളെ സഹായിക്കാൻ, ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല, പക്ഷേ വിസാർഡ് ഓഫ് ഓസിന് നിന്നെ സഹായിക്കാമെന്ന് പറയാണ്. വി ക്യാൻ ഡു മെനി തിങ്സ്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ബട്ട് ദർ ആർ മെനി തിങ്സ് ദാറ്റ് വി കാൺ ഡു, പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ കാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, അല്ലെങ്കിൽ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതാണ് ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മൾ ഇനി ഇവിടെ ചെയ്യേണ്ടത് റൈറ്റ് വാട്ട് യു ക്യാൻ ഡു ആൻഡ് യു കനോട്ട് ഡു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, പറ്റാത്ത കാര്യം എന്താണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ആക്ടിവിറ്റിയിൽ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു പറക്കുന്ന കുട്ടിയുണ്ട്, സൈക്കിൾ ഓടിക്കുന്ന കുട്ടിയുണ്ട്. അവിടെ ഐ ക്യാൻ റൈഡ്, സൈക്കിൾ ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്, ഓടുന്ന കുട്ടിയുണ്ട്, ബ്രിക്ക് വെച്ചിട്ട് ഇങ്ങനെ നിർമ്മാണം നടത്തുന്ന ഒരു കുട്ടിയുണ്ട്, മരത്തിൽ കയറുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പം ഇത് നിങ്ങളുടെ ഇത് പാരൻസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി ചെയ്ത് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ക്യാൻ ഉപയോഗിച്ചത് എഴുതുക. നിങ്ങളുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താണ്, കാണ്ട് ഉപയോഗിച്ചും അവിടെ എഴുതുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്കൊന്ന് പോവാം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. ഐ കാൺ ഫ്ലൈ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാൻ പറ്റില്ല. ഐ കാൺ സ്കേറ്റ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ ക്യാൻ റൺ, എനിക്ക് എന്ത് പറ്റും, ഓടാനായിട്ട് പറ്റും. ഐ ക്യാൻ ബിൽഡ്, എനിക്ക് എന്ത് പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ഐ ക്യാൻ ക്ലൈംബ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മരത്തിൽ കയറാൻ പറ്റും. ഐ ക്യാൻ ക്ലൈംബ് ട്രീ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഐ ക്യാൻ ക്ലൈംബ് ആയാലും അവിടെ പ്രശ്നമില്ല. അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഉത്തരമായിട്ട് വരിക. സ്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കുട്ടിക്ക് അവിടെ ഐ ക്യാൻ സ്കേറ്റ് എന്ന് എഴുതാം. ഇനി മരത്തിൽ കയറാൻ കഴിയാത്തൊരു കുട്ടിക്ക് ഐ കാൺ ക്ലൈംബ് എന്ന് എഴുതാം. അങ്ങനെ ആ ക്യാനിൻ്റെയും കാണ്ടിൻ്റെയും യൂസേജ് ആണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞ പാട് കുട്ടികൾക്ക് പറ്റുന്ന മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. വീഡിയോകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.